ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻ. ഞാൻ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ ചെയ്യാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതേ സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒന്നുമല്ല, നോർമൽ ത്രെഡും പിന്നെ നമ്മുടെ ചോക്കയും കൂടെ വേണേ. ഈ ഒരു പേള് കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഫ്ലവറിൻ്റെ നടുവിലായിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. ഈ വരക്കുന്ന ഫ്ലവർ എല്ലാവർക്കും വരക്കാൻ അറിയില്ലേ? ഒട്ടുമിക്ക ആളുകൾക്കും വരക്കാൻ പറ്റുന്ന സിമ്പിൾ ഫ്ലവറാണ് അല്ലേ ഇത്. സിൽക്ക് ത്രെഡ് ഞാനൊരു 4 ലെയറായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 3-4 ലെയറായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കൂടുകയും കുറയുകയും ചെയ്യും കേട്ടോ. ഇതൊക്കെ ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ആ വരച്ച് വെച്ച ആ ഫ്ലവറിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ആ ഒരു ആകൃതിയിലൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ എൻഡ് പൊസിഷനിൽ ഇതുപോലെ ആയിരിക്കും കേട്ടോ വരിക. ഇത് നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ച് മാത്രമല്ല കേട്ടോ, നമ്മുടെ രംഗോളി ത്രെഡ് അതുപോലെ ആംഗിൾ ത്രെഡ് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫ്ലവറിന് ഞാൻ 5 പെറ്റൽസാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് 4 5 6 ഒക്കെ ആക്കിയിട്ട് നമുക്ക് ചെറുതാക്കുക വലുതാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള യൂസ്ഫുൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഫ്ലവേഴ്സിൻ്റെ നടുവിലായിട്ട് ഒരു പേൾസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടി നമുക്ക് അവിടെ ഒരു ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. പേള് ഞാൻ ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഫെവിഗം വെച്ചിട്ട് കുറച്ചുകൂടെ വലിയൊരു ഫ്ലവേഴ്സ് കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കട്ടോ. അത് മനസ്സിലാവാൻ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നും അല്ലെങ്കിലും ചെറിയ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്കൊക്കെ ജസ്റ്റ് കണ്ടു നോക്കൂട്ടോ. ഒന്നും കൂടെ മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.